മൂന്നാമത്തെ കാര്യമാണ് സൈലൻസ് ആൻഡ് ടൈം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലൈഫിലൊരു പ്രോബ്ലം നടന്നു, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ആണ്, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? നമ്മളതിനെപ്പറ്റി ചിന്തിച്ച് ഇതിങ്ങനെ സംഭവിച്ചല്ലോ, നമുക്കെന്നാലും അങ്ങനെ വന്നല്ലോ, എനിക്ക് ഈ ഗതി വന്നല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിച്ച് അലമ്പാക്കാതെ ശാന്തമായിട്ട് കുറച്ച് നേരം നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മളത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം. അല്ലാതെ ആ ഒരു പ്രോബ്ലം നമ്മൾ ചിന്തിച്ച് വഷളാക്കിയെന്നും പറഞ്ഞാൽ ഒരിക്കലും അതിന് സൊല്യൂഷൻ നമ്മളെ കൊണ്ട് കണ്ടെത്താൻ പറ്റില്ല. നമ്മളവിടെ സ്റ്റോപ്പ് തിങ്കിങ്. നമ്മൾ ഈ ഓവർ തിങ്കിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ ചിന്തിക്കാനേ പോകണ്ട, പിന്നല്ലേ ഓവർ തിങ്കിങ് അല്ലേ? സ്റ്റോപ്പ് തിങ്കിങ്. അപ്പോൾ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവാൻ നോക്കുക. പലപ്പോഴും നമുക്ക് ഇവിടെയാണ് ഒരു മിസ്റ്റേക്ക് പറ്റുന്നത്. ഈ എൻഗേജ്ഡ് ആവാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ TV ആയിരിക്കും പോയി ഓണാക്കി വെക്കുന്നത്. പക്ഷേ TV ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ പുറത്ത് എന്താ പറയുക, നമ്മൾ നോർമലി ഒറ്റയ്ക്കിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു കാര്യം മറക്കാൻ വേണ്ടി മനഃപൂർവ്വം പോയി വേറെ ഒരിടത്തേക്ക് പോയിരിക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ ഇതായിരിക്കും ചിന്തിക്കുക. ഒന്ന് പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ ചിലർക്കത് പറ്റില്ല. ചിലർക്ക് ചിലപ്പോൾ ഒന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആളുടെ വിഷമവും പ്രോബ്ലംസും ഒക്കെ ചിലപ്പം ഒന്ന് സോൾവ് ആയിരിക്കും. ചിലർക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ സെറ്റ് ആവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഔട്ടിങ്ങിന് പോവുക. നമ്മൾ തന്നെ കണ്ടെത്തുക നമ്മളുടെ ഏറ്റവും ഹാപ്പി മൊമെൻറ്റ്, നമ്മൾക്ക് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് എപ്പോഴാണ്, നമ്മൾക്ക് ആ ഒരു ചിന്തയിൽ നിന്നും എന്താ പറയുക വ്യതിചലിക്കാൻ പറ്റുന്നത് എപ്പോഴാണ് എന്നൊക്കെ നമ്മൾ തന്നെ ഒന്ന് നമ്മളെ അസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും.